ഇന്ന് കുടുംബത്തിന്റെ പല പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള തോന്നല് തന്നെയാണ്. ഒരു കുടുംബത്തിൽ പണമുള്ള പിയ്യാപ്പിളയും പണമില്ലാത്ത പിയ്യാപ്പിളയും ഉണ്ടെങ്കിൽ ചിലർക്ക് പണമുള്ളവനോടൊരു ധാരണയും പണമില്ലാത്തവനോട് വേറൊരു പരിഗണനയുമാണെങ്കിൽ അതാ കുടുംബത്തിന്റെ പ്രശ്നം. അവിടെയൊക്കെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ ഒരുപോലെ പരിഗണിക്കണം, ഒരുപോലെ ആദരിക്കണം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ സുബ്ഹി നമസ്കാരത്തിനെന്നും ഉമർ ഇബ്നുൽ ഖത്താബ് എത്തും. ബാക്കി ജമാഅത്തിനൊക്കെ സമൂഹത്തിലെ പല പള്ളികളിലാണെങ്കിൽ സുബ്ഹിക്ക് മദീനത്തെ പള്ളിയിൽ അദ്ദേഹം ഉണ്ടാകും. ഒരു ദിവസം പള്ളിയിലിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് സഹാബത്തിനോട് ചോദിച്ചു, ഉമറേ, അല്ല സഹാബാക്കളെ, ഒരു ചെറുപ്പക്കാരനെ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നല്ലോ, ആ വ്യക്തി പള്ളിയിലില്ലല്ലോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ആ ചെറുപ്പക്കാരൻ എവിടെ? കേട്ടു നിൽക്കുന്ന സഹാബാക്കൾ മുഖത്തോട് മുഖം നോക്കി ഒരു പുച്ഛച്ചിരി. വീണ്ടും ചോദിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ്, എവിടെ പോയി സഹാബത്തെ ആ മനുഷ്യൻ? ഉടനെ സഹാബാക്കളിൽ ചിലർ പറഞ്ഞു, ഉമറേ, ഓന്റെ കാര്യങ്ങൾ അന്വേഷിക്കണ്ട, അവന്റെ കാര്യം നമുക്ക് ഇവിടെ ചർച്ചക്കേ എടുക്കണ്ട, ഇവിടെ പറയാൻ പറ്റിയ ഒരു ചർച്ചയല്ലോ അവന്റെ ചർച്ച, അതുകൊണ്ട് അവന്റെ കാര്യങ്ങൾ വിട്ടേക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് വീണ്ടും ചോദിച്ചു, പറ സഹാബത്തെ, ആ ചെറുപ്പക്കാരൻ എന്തു പറ്റി? ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സയ്യിദുന, അവൻ ഷാമിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച് മദീനയിൽ വന്നതാണ്. മദീനയിൽ നമ്മളോടൊപ്പം ജീവിച്ചു, നമ്മളെല്ലാ കാര്യത്തിലും ഇടപെട്ടു. അവസാനം അവന്റെ കൂട്ടുകെട്ട് മോശമായി, അവന്റെ സ്വഭാവത്തിലേക്ക് പഴയ സ്വഭാവം വന്നു, കുടിയൊക്കെ തുടങ്ങിയെന്ന് കണ്ടു. അതോടെ ഞങ്ങൾ അവൻ അവഗണിച്ചു. അവൻ ഈ പള്ളി വിട്ടുപോയി ഷാമുക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവനെപ്പറ്റി കൂടുതൽ ചർച്ച വേണ്ട ഉമറേ. ഇതും പറഞ്ഞ് പിരിഞ്ഞു പോയ ആളുകൾക്ക് നടുവിൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കണ്ണു നിറഞ്ഞു. പള്ളിയുടെ പിൻഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ, സഹോദര, എനിക്ക് വേണ്ടി താങ്കളൊന്ന് ഷാമ് വരെ പോകുമോ? അദ്ദേഹം സമ്മതിക്കുകയും ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു കത്ത് എഴുതി, ഒരു കടലാസ് എടുത്ത് അതിലൊരു കത്ത് എഴുതുകയും ചെയ്തു. 2 വരി ആ കത്തിലുള്ളൂ. ഒന്നാമത്തെ വരി, മിൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമറിൽ നിന്ന് താങ്കൾക്ക് ഞാൻ അറിയിച്ചു തരുന്നത്. വേറൊരു പ്രയോഗവുമില്ല. അമീറുൽ മുഅ്മിനീൻ, അമീറത്തുൽ ഖലീഫത്തുൽ ഇസ്ലാമിയ്യ, അല്ലെങ്കിൽ ഇതൊന്നുമില്ല. അന്ന് 21 രാജ്യങ്ങളെ, മക്കയും മദീനയും ഷാമും സിറിയയും എത്യോപ്യയും ലബനാനും അടക്കം 21 മുസ്ലിം രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിക്കുന്ന ഭരണാധികാരിയാ സയ്യിദുന ഉമർ. ഉമറിനെ കണ്ടാൽ ശത്രുക്കൾ കിടുകിട വിറയ്ക്കും, മുസ്ലിമീങ്ങൾ പോലും എന്തെങ്കിലും ചെയ്യാനിറക്കും. ആ ഉമർ ഇബ്നുൽ ഖത്താബ് കത്തിന്റെ ഒന്നാമത്തെ വരിയിൽ എഴുതി, മിൻ ഉമർ ഇബ്നുൽ ഖത്താബ്, വെറും ഖത്താബിന്റെ മകൻ ഉമർ താങ്കളെ ബോധ്യപ്പെടുത്തുന്നത്. ശേഷം വിശുദ്ധ ഖുർആനിലെ ഒരായത്തും എഴുതി. ആ എഴുത്തുമായി ചെറുപ്പക്കാരൻ ഷാമിലെത്തി, പല സ്ഥലങ്ങളും തെരഞ്ഞു. അവസാനം തെരുവിൽ നിൽക്കുന്ന ചിലർ പറഞ്ഞു, അവൻ ആ കള്ളുഷാപ്പിൽ ഉണ്ടാകും, ഒന്ന് അന്വേഷിച്ചേക്കുക. ആ കള്ളുഷാപ്പിൽ കയറിയവൻ കാണുന്നത് നിരത്തി വെച്ചപ്പോ കോപ്പകൾക്ക് നടുവിൽ കുടിക്കാനൊരുങ്ങി കൂട്ടുകാരോടൊപ്പം ആ ചെറുപ്പക്കാരൻ ഇരിക്കുന്നു. ആ മനുഷ്യന്റെ അരികിലേക്ക് ചെന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, സഹോദര, മിനൽ മദീന, മദീനയിൽ നിന്നാ വന്നത്. ചോദിച്ചു, എന്തേ? മിൻ ഉമർ, ഉമറിൽ നിന്നാണ് വന്നത്. ഉമറിന്റെ ഒരു കത്തുണ്ട് താങ്കൾക്ക്. അത്ഭുതത്തോടെ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, മിൻ ഉമർ, ഉമറിൽ നിന്നോ? ഉമറിനെ അറിയോ? ഇക്കണ്ട ജനങ്ങൾക്കിടയിൽ ഉമറിനെ കണ്ടിട്ടുണ്ടോ? ഉമറിനെ മനസ്സിലായിട്ടുണ്ടോ? അദ്ദേഹം എഴുത്ത് ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ എഴുത്ത് വായിച്ചവന്റെ കണ്ണുകൾ നിറയുകയും ആ മനുഷ്യൻ വാവിട്ട് കരയാനും തുടങ്ങി. ആ എഴുത്തിലുള്ളത് ഒരേ ഒരായത്ത് മാത്രം, വാഫിറുദ്ദംബി വഖാബിലി തൗബി ശദീദുൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. ഒരേ ഒരു ആയത്ത്, ഒരൊറ്റ ആയത്ത്, വാഫിറുദ്ദംബി, റബ്ബേറെ പാപങ്ങൾ പൊറുക്കുന്നവനാ. ആ കത്ത് വായിക്കുന്നവന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. കണ്ണുനീരോട് അദ്ദേഹം പറഞ്ഞു, ഉമർ എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു, ഉമർ എന്റെ റബ്ബിനെ എന്നെ അറിയിച്ചു തന്നിരിക്കുന്നു. വാഫിറുദ്ദംബി, എന്റെ റബ്ബേറെ പൊറുക്കുന്നവനാ. അതോടൊപ്പം വഖാബിലി തൗബി, ഏത് പാപം അവൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ തൗബയോടെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവനാ നിന്റെ റബ്ബ് എന്ന് ഉമർ എന്നെ അറിയിച്ചിരിക്കുന്നു. ഉമർ എന്നെ പരിഗണിച്ചിരിക്കുന്നു. ഉമറിന് എന്നെ അറിയാമെന്നുള്ളത് പോലും എന്നെ ഒരുപാട് സന്തോഷവാനാക്കുന്നു. ശേഷം 2ാമത്തെ വചനത്തിലുള്ളത്, വശദീദുൽ ഇഖാബി ദിത്തൗലി, കഠിനമായി അതല്ലെങ്കിൽ പരീക്ഷിക്കുന്നവനും നിന്റെ റബ്ബ് തന്നെയാണ്. മറ്റൊരു ഭാഗത്ത് ഉലമാക്കൾ രേഖപ്പെടുത്തി, പ്രതികാര നടപടി സ്വീകരിക്കുന്നവരിൽ മുൻപന്തിയിലും നിന്റെ റബ്ബ് തന്നെയാണ്. അതും കൂടി വായിച്ചപ്പോഴേക്കും
ആ മനുഷ്യൻ വിങ്ങിപ്പൊട്ടി കരഞ്ഞിരിക്കാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലാ ഹുവ, കരയല്ലേ, റബ്ബല്ലാത്ത മറ്റൊരാളുമില്ല നിനക്ക്. ഇലൈഹിൽ മസീർ, നീ എങ്ങനെ കുടിച്ചു കുത്താടി ജീവിച്ചു മരിച്ചാലും മടക്കം നിന്റെ റബ്ബിലേക്കാണെങ്കിൽ സഹോദര, ഇലൈഹിൽ മസീർ, ആ മടക്കവും നീ ഓർക്കണം കേട്ടോ എന്നൊരൊറ്റ ആയത്ത് കേട്ടപ്പോഴേക്കും ആ മനുഷ്യൻ കരഞ്ഞ് കണ്ണീരോടെ മദീനയിലേക്ക് ഓടി. റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഉമറിന്റെ അരികിൽ വന്ന് കണ്ണുനീരോട് അദ്ദേഹം പറഞ്ഞു, ഉമറെ, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ. ഉമർ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും പിന്നെ മരണം വരെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൂടെ മദീനത്തും ചുറ്റുഭാഗങ്ങളിലും ഖിദ്മത്ത് ചെയ്ത് ജീവിച്ച ആ മനുഷ്യൻ മരണപ്പെട്ടത് എന്ന് ഇസ്ലാമിക ചരിത്രത്തിലുണ്ടെങ്കിൽ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ചെറിയ പരിഗണന മതി. ഒരു ചെറിയ പരിഗണന മതി പല ബന്ധങ്ങളും നന്നാവാൻ, പല കുടുംബവും സമാധാനപ്പെടാൻ, പല വിഷയത്തിലും ഒന്ന് സന്തോഷത്തോടെ മുൻപോട്ട് പോകാൻ. ഓരോരുത്തർക്കും നൽകേണ്ട സ്ഥാനം, അവർക്ക് കൊടുക്കേണ്ട പരിഗണന, ആദരവ്, അത് നമ്മളങ്ങ് കൊടുത്താൽ മതി. അത് നമ്മളെക്കാൾ പ്രായമൂപ്പുള്ളവരാണോ അത് കൊടുക്കണം, നമ്മളെക്കാൾ താഴെയുള്ളവരാണോ നമ്മളത് കൊടുക്കണം. അല്ലാതെ ഓനെക്കാട്ടും പൈസക്ക് കൂടിയതുകൊണ്ടും വാപ്പാനേക്കാളും വലിയ താടി വന്നതുകൊണ്ടും വേണ്ട കാക്ക കുയ്യിലേക്ക് കാലം നീട്ടിയിരുന്നിട്ട് നമ്മളന്നാക്കാൻ വരണ്ട എന്ന് കല്യാണപ്പുരയിൽ ഒരു വാപ്പാന്റെ നേരെ ചെയ്ത്താന്റെ കോലം കെട്ടിത്തൊള്ളുന്ന മക്കളോട് ഉപദേശിച്ചതിന്റെ പേരിൽ സ്വന്തം ജീവിതത്തിൽ ഇന്നും കണ്ണീരോട് അത് പറയുന്ന വാപ്പാരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും കൊടുക്കേണ്ട ആദരവ് വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും കൊടുക്കാൻ തയ്യാറാവണം. അതുകൊണ്ടാ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാഅ്, നിങ്ങൾക്ക് പടച്ചോൻ പല കാരുണ്യവും തരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് നമ്മൾ ചെയ്യുന്ന നല്ലതുകൊണ്ട് മാത്രമല്ല, മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന കാരുണ്യം കൊണ്ടും അവർക്ക് നമ്മൾ കൊടുക്കുന്ന പരിഗണന കൊണ്ടും കൂടിയ. മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തി, ലൈസ മിന്നാ, നബി തങ്ങൾ പഠിപ്പിക്കുന്നു, എന്നിൽപ്പെട്ടവനല്ല. ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കുട്ടിക്ക് മുതിർന്നവരോട് അനാദരവുണ്ടാവരുത്. ഒരു മുതിർന്നവന് കുട്ടികളോട് അനാദരവുണ്ടാവരുത്. ഒരു ഭർത്താവിന് ഭാര്യനോടും ഭാര്യക്ക് ഭർത്താവിനോടും അനാദരവുണ്ടെങ്കിൽ ലൈസ മിന്ന, അവൻ ഇസ്ലാം അല്ല എന്നാ റസൂലുള്ള പഠിപ്പിക്കുന്നത്. അവൻ എന്റെ പേരിലേക്ക് അറിയപ്പെടാൻ അവകാശമില്ലാത്തവനാണ്. കാരണം നബി തങ്ങൾ കാണിച്ച അതേ പരിഗണന ഇസ്ലാമിക ലോകത്ത് ചർച്ചയായിട്ടുണ്ട്. അള്ളാഹുവിന്റെ നബി തങ്ങൾ ഓരോ ഭാര്യമാർക്കും കൊടുത്ത പരിഗണന. സഫിയ ബീവിന്റെ വീട്ടിലെത്തുമ്പം നബി തങ്ങൾ അടുക്കളക്കാരനാകും. കാരണം സഫിയ ബീവിക്ക് ഭക്ഷണം ഉണ്ടാക്കൽ വലിയ താല്പര്യ. എന്നാൽ ആയിഷ ബീവിന്റെ അടുത്തെത്തുമ്പോൾ നബി തങ്ങൾ കുട്ടിയാകും. ആയിഷ ബീവി കുട്ടിയ ഓട്ട മത്സരം നടത്തും. 1890 കൊല്ലം വരെ മദീന പള്ളിന്റെ ചുറ്റുഭാഗത്ത് മതില് കെട്ടിയിട്ട് മൽഅബു ആയിഷത്തു നബി, നബിയുടെ ആയിഷയുടെ കളിസ്ഥലം പറഞ്ഞിട്ട് ഒരു പറമ്പനുണ്ടായിരുന്നു. ആ പരിഗണന നബി തങ്ങൾ കൊടുത്തതുകൊണ്ട് ആ 12 ഭാര്യമാരും നബീനെ വിട്ടുപോകുമ്പോൾ കണ്ണീരണിഞ്ഞ് റസൂലെ ഇനിയും ഇന്ന ഭാര്യയായിട്ട് സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച് ആ പരിഗണന റസൂലുള്ള തന്റെ ഭാര്യയുടെ വാപ്പ സിദ്ദീഖുൽ അക്ബറിന് കൊടുത്തിട്ടുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കേണ്ട പരിഗണന ആർക്കാണോ അത് കൊടുത്തേ മതിയാകൂ. അവിടെ നമ്മൾ വലുതായതും നമുക്ക് പൈസ ഉണ്ടായതും നമുക്ക് ശരീര വളർച്ച വന്നതും ഇതൊന്നും ഒരു മാതൃകയാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും മല്ലം യർഹമു സുഗൈറന വലം യുവക്കിർ കബീറന, മുതിർന്നവരെ ബഹുമാനിക്കാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവരും നിന്റെ പേരിലേക്ക് ചേർത്ത് പറയരുത്, മുസ്ലിമാന്ന് പറയരുത് ട്ടോ എന്ന് നബി തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സൂചനയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് കൊടുക്കേണ്ട പരിഗണന ആർക്കും കൊടുക്കണം. ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ ആളാവാനും മറ്റുള്ളവർക്കിടയിൽ സ്ഥാനം കിട്ടാനും വേണ്ടി വലിയ വലിയ ആളുകളെയൊക്കെ പേര് വിളിച്ചിട്ടും അങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ വാക്കുച്ചരിക്കുമ്പോഴും ഒരു വേള ചിന്തിക്കണം, കൊടുക്കേണ്ട പരിഗണന ആർക്കാണോ അർഹതപ്പെട്ടത്. ഇനി അഥവാ ഒന്നും ചെയ്യുന്നില്ലേ, തിന്മ ചെയ്യാതിരിക്കുന്നവനാണോ, അവനെ നിങ്ങൾ പരിഗണിക്കണം എന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. തിന്മ ചെയ്യുന്നവനെ നിങ്ങൾ പരിഗണിക്കാൻ പാടില്ല. നന്മ ചെയ്യുന്നവരെയും നന്മ ചെയ്യാതെ അവനാന്റെ നല്ലത് നോക്കി ജീവിക്കുന്നവരെയും നിങ്ങൾ പരിഗണിച്ചോ, തിന്മ ചെയ്യുന്നവരെ നിങ്ങൾ പരിഗണിക്കാതിരുന്നാ മതി. അതുകൊണ്ടാ ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു വൃദ്ധനെ കാണുന്നു. ഒട്ടകപ്പുറത്ത് നിന്നും താഴെ ഇറങ്ങി ആ ചുട്ടുവൈത്ത മരുഭൂമിയിലൂടെ നടക്കുന്ന വൃദ്ധനെ ഒട്ടകപ്പുറത്ത് കയറ്റി മദീനയിലെ തെരുവിലെത്തി. അത്ഭുതത്തെ ആൾക്കാർ ചോദിച്ചു, അല്ല ഇബ്നു ഉമറെ, ഇതാരാ? എന്റെ വാപ്പ ഉമർ സയ്യിദുനാന്റെ കുടുംബത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ആരാ ഇബ്നു ഉമറെ? ഇങ്ങനെയൊക്കെ പൊരിപ്പിക്കാൻ മാത്രം ഈ മനുഷ്യനും നീയും തമ്മിലുള്ള ബന്ധം എന്താ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തുനിന്ന് ആ വൃദ്ധനെ പിടിച്ച് പതുക്കെ ഇറക്കിയിട്ട് പറഞ്ഞു, ഇതിന്റെ വാപ്പ ഉമറിന്റെ കൂട്ടുകാരനാ, എന്റെ വാപ്പ ഉമറിന്റെ കൂട്ടുകാരനാ ഈ മനുഷ്യൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട പരിഗണന നബി തങ്ങൾ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്,
നിങ്ങളെ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ കാണുമ്പോ അവരോട് നിങ്ങൾ മര്യാദയോടെ സ്നേഹം കാണിക്കണം, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. കാരണം അത് സ്വന്തം വാപ്പാനെയും ഇമ്മാനെയും സ്നേഹിക്കുന്നതിന് സമമാണെന്ന് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പരിഗണനയും സ്ഥാനവും അർഹതപ്പെട്ടവർക്ക് കൊടുത്തേ മതിയാകൂ. അവിടെ നമ്മൾ വല്യോന്മാര് അല്ലെങ്കിൽ ഓലൊന്ന് കുറവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ട് വിളിച്ചു പറയാമെന്നും നാലാളെ മുൻപിൽ ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയാണി കാക്ക എന്ന് വാപ്പാരോടും ഉമ്മാരോടും പറയാമെന്നും ഒക്കെ ഇന്നത്തെ തലമുറ തെറ്റിദ്ധരിച്ചതിന്റെ അതവില്ലായ്മയാ. ഇക്കഴിഞ്ഞ ദിവസം പോലും ഒരു പുതിയാപ്പനെ കൊണ്ടുവരുന്നത് ചെയ്ത്താന്റെ കോലം കെട്ടി തെയ്യം കെട്ടുന്ന കോലത്തിലാണെങ്കിൽ അരുത് മക്കളെ എന്ന് പറയാൻ അവർ ഭയപ്പെടുന്നത് നമ്മളെ നാവ് പേടിച്ചിട്ടാണെങ്കിൽ എത്ര കുളിച്ചാലും ശുദ്ധിയാവാത്തൊരഴുക്ക് നമ്മളെ മനസ്സിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് റബ്ബ് ഓർമ്മപ്പെടുത്തിയതും പരിഗണിക്കേണ്ടവരെ പരിഗണിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം, വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.